രാഹുൽ മാങ്കൂട്ടം ഇന്ന് ജാമ്യാപേക്ഷ നൽകുന്നു. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകുന്നത്. കഴിഞ്ഞ ദിവസം തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ കോടതിയിലേക്ക് വരുന്നത്. വിവരങ്ങളുമായി സുജു ടി ബാബു ടെലിഫോൺ ലൈനിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സുജു, രാഹുൽ മാങ്കൂട്ടം ഇന്ന് ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുകയാണല്ലേ? കഴിഞ്ഞ ദിവസം തിരുവല്ല കോടതി തള്ളിയ സാഹചര്യത്തിലാണല്ലോ ഇന്ന് ജില്ലാ കോടതിയിലേക്ക് എത്തുന്നത് അല്ലേ? തീർച്ചയായിട്ടും മനോ, തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യം തള്ളിയതോടെയാണ് ഇന്ന് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് രാഹുൽ ജാമ്യത്തിനായി സമീപിക്കുന്നത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളുക മാത്രമല്ല, അതിന്റെ ഉത്തരവിൽ ചില പരാമർശങ്ങളുണ്ട്. അത് കനത്ത തിരിച്ചടിയാണ് രാഹുൽ ലഭിച്ചിരിക്കുന്നത്. അത് പ്രഥമദൃഷ്ടിയ ബലാത്സംഗം നടന്നു എന്നതിന് തെളിവുണ്ട്. രാഹുൽ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് മുഴുവൻ പരസ്പര സംഭവത്തോടെ അല്ലെങ്കിൽ ഉഭയകക്ഷി സംഭവത്തോടെ തന്നെ നടത്തിയ ലൈംഗിക ബന്ധമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, അതിനു പകരം ബലാത്സംഗത്തിന് തെളിവുണ്ട്. അങ്ങനെ പരസ്പര സംഭവത്തോടുകൂടിയല്ല എന്നും ഈ കേസിന്റെ പ്രഥമ FIR, അതായത് മൊഴി പകർപ്പിൽ, ആദ്യ മൊഴി പകർപ്പിലുണ്ട് എന്നും കൂടി കൃത്യമായി തന്നെ കോടതി നിരീക്ഷിക്കുന്നു. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികൾ നടത്തിയ സൈബർ ലോഞ്ചിങ് അല്ലെങ്കിൽ സൈബർ ആക്രമണം, അതും തിരിച്ചടിയായി. അത്തരം സംഭവങ്ങളൊക്കെ തന്നെ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാഹുലിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇരയെ ഭീഷണിപ്പെടുത്തുവാനും അതുപോലെ സമ്മർദ്ദത്തിലാക്കാനും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ച അല്ലെങ്കിൽ രാഹുൽ വാദിച്ച കാര്യങ്ങളെല്ലാം തന്നെ കോടതി പൂർണ്ണമായി തള്ളുകയും എന്നാൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ ഇന്നലെ കഴിഞ്ഞ ദിവസം തിരുവല്ല കോടതി നിഷേധിച്ച്. അതിന് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന്, ബലാത്സംഗം നടന്ന പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട്. രണ്ട്, രാഹുലിനെ ജാമ്യം ലഭിച്ച അതിജീവിതയെ ഭീഷണിപ്പെടുത്തുവാനും അതുപോലെ സ്വാധീനിക്കാനും ശ്രമം നടത്തുവാനും ഇത് തന്നെയായിരുന്നു കോടതിയിൽ പ്രധാനമായ പ്രോസിക്യൂഷൻ ഉന്നയിച്ച്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ല നടന്നതെന്നായിരുന്നു രാഹുലിന്റെ അഭിഭാഷകന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വാദം. അതും കോടതി തള്ളുകയും ചെയ്തു. അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത് തന്നെയാണ് കോടതിയുടെ കണ്ടെത്തൽ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാഹുലിന്റെ അഭിഭാഷകൻ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത് ഈ FIRന്റെ അകത്ത് അതിജീവിതയുടെ ഒപ്പ് നേരിട്ടില്ല, ഡിജിറ്റൽ സിഗ്നേച്ചർ മാത്രമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കോടതി ഇക്കാര്യത്തിലും വ്യക്തത വരുത്തുകയുണ്ടായി. കാരണം വിവിധ വിധിന്യായങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ കോടതി വ്യക്തമാക്കിയത് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ പുതിയ BNS ആക്ട് പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചർ മതിയാകും ഒരു പുറത്തിന്റെ അകത്ത് എന്നാണ് കോടതി ആ കാര്യത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ വാദവും നിലനിൽക്കില്ലെന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവിൽ തന്നെ എടുത്തു പറയുന്നു. അങ്ങനെ രാഹുൽ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സുജു പറഞ്ഞതുപോലെ ഇന്ന് മേൽക്കോടതിയിലേക്ക് ഈ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ തിരുവല്ല കോടതി നടത്തിയ വളരെ പ്രധാനപ്പെട്ട നിഗമനങ്ങളുണ്ടല്ലോ, കണ്ടെത്തലുകളുണ്ടല്ലോ. ഒന്ന്, ഈ പറയുന്നത് പോലെ ബലാത്സംഗമാണ് എന്നതിന് വളരെ കൃത്യമായ തെളിവുണ്ട്. രാഹുൽ മാങ്കൂട്ടം പറയുന്നത് പോലെ ഇത് രണ്ടുപേരുടെയും സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുമാത്രമല്ല, മുൻകാല ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെയുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് തിരുവല്ല കോടതി വളരെ കൃത്യമായി ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പത്തനംതിട്ട കോടതിയിലേക്ക് എത്തുമ്പോൾ ആ പരാമർശങ്ങളൊക്കെ രാഹുലിനെ വളരെ തിരിച്ചടിയാകാനുള്ള സാധ്യതകളില്ലേ? തീർച്ചയായിട്ടും അത്തരം സാധ്യതകളുണ്ട്. കാരണം തിരുവല്ല കോടതിയുടെ ഒരു മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യാപേക്ഷയുടെ വാദം കേട്ടതുകൊണ്ട് അത് നിസ്സാരമായി സാധ്യമല്ല. കാരണം 2.5 മണിക്കൂറിലധികം അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു തിരുവല്ല കോടതിയിലായിരുന്നു വാദം. ആ വാദപ്രതിവാദത്തിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പുതിയ ചില ഡിജിറ്റൽ എവിഡൻസുകൾ കോടതിക്ക് കൈമാറാൻ ശ്രമിക്കുകയുണ്ടായി. അതുപോലെ രാഹുലിന് വേണ്ടി ഏതൊക്കെ തരത്തിലാണ് ജാമ്യാപേക്ഷയ്ക്ക് വാദിക്കേണ്ടത് അത് മുഴുവൻ കോടതിയിൽ എത്തുകയും ചെയ്തു. അതിനിടയിലാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിജീവിത കോടതിക്കും അതിന് മുമ്പ് തന്നെ കോടതിക്കും പ്രോസിക്യൂഷനും മെയിൽ അയക്കുകയും ചെയ്തിരുന്നു. ആവശ്യമെങ്കിൽ 164 മൊഴി, അതായത് രഹസ്യ മൊഴി നൽകാൻ തയ്യാറാണ്, നേരിട്ടെത്തുവാനും തയ്യാറാണെന്നുള്ള കാര്യം അഭിഭാഷകനെ മുഖേന അറിയിക്കുകയും ചെയ്തു, മെയിൽ അയക്കുകയും ചെയ്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടന്റെ അഭിഭാഷകൻ 2 തരത്തിലാണ് ഈ കേസിനെ വാദിച്ചത്. ഒന്ന്, ഇതിന്റെ സാങ്കേതികത്വം, ഏതെങ്കിലും തരത്തിൽ നടപടിക്രമങ്ങളിൽ എവിടെയെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുലിന് ജാമ്യം ലഭിക്കുക. മറ്റൊന്ന്, ഇത്തരമൊരു ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിന് ജാമ്യം നേടിയെടുക്കാനുള്ള ശ്രമം. ഈ 2 ശ്രമവുമാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ടാണ് ബലാത്സംഗം നടന്നുവെന്ന പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തുന്നു. മറ്റൊന്ന്, നടപടിക്രമങ്ങളിലെ സിഗ്നേച്ചർ അതുപോലെ തന്നെ അറസ്റ്റ് നടപടിക്രമങ്ങളിലെ പാളിച്ച്
ഇത് ഉണ്ട് എന്ന് വ്യക്തമാക്കാൻ ശ്രമിച്ചു. ഇത് രണ്ടും പരാജയപ്പെടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ. തിരുവല്ല കോടതിയുടെ കനത്ത തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ലഭിച്ചിരിക്കുന്നത്. കാരണം ഉത്തരവിൽ തന്നെ കോടതി ഈ കാര്യത്തിൽ കൃത്യമായ നിഗമനത്തിലേക്ക് എത്തുന്നു. മാത്രമല്ല ഉത്തരവിനെ പരിശോധിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങളും പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെച്ച കാര്യങ്ങളും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ആ പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ പരാതി വൈകിയത്, ആ പരാതി വൈകാനുള്ള മതിയായ കാരണങ്ങൾ പ്രോസിക്യൂഷൻ കൃത്യമായ കോടതിന് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. രാഹുലിന്റെ അഭിഭാഷകൻ എന്തുകൊണ്ട് ഇത്തരം കാലതാമസം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടി പ്രോസിക്യൂഷൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ റെസ്റ്റോറന്റിലെത്തി എന്തുകൊണ്ട് ഈ യുവതി ക്ലബ് 7 ഹോട്ടലിലേക്ക് എത്തുന്നു ആ കാര്യത്തിലും കാരണം അത്തരത്തിൽ കൺവിൻസിംഗ് ആയ രീതിയിലാണ് രാഹുൽ ആ ഘട്ടത്തിൽ യുവതിയോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അതെല്ലാം തന്നെ കോടതിയുടെ മുമ്പിലേക്ക് വന്നതാണ്. ആ പ്രോസിക്യൂഷൻ കൃത്യമായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അതായത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ തന്നെ കോടതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അതിജീവിതയ്ക്കെതിരെ സോഷ്യൽ ബുള്ളിംഗ് നടത്തുന്ന ആളുകൾ ചില ഉന്നയിക്കുന്ന അനാവശ്യമായ പരാമർശങ്ങൾ, അത്തരം വാദങ്ങൾ പോലും കോടതിയുടെ മുമ്പിലേക്ക് വന്നു കൃത്യമായ മറുപടി നൽകി ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെയാണ് രാഹുലിന് ജാമ്യം നിഷേധിക്കപ്പെട്ടത്. ഇത് പറയുമ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാഹുൽ അനുകൂലികൾ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ പേരില്ലാത്ത ചില ആളുകളല്ല രാഹുൽ അനുകൂലികളെന്ന വ്യക്തമായി പറഞ്ഞാൽ ബിന്ദു ബിനു മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയാണ്, ബിജോ വള്ളംകുളം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, ഫെനി നൈനാൻ കോൺഗ്രസിന്റെ നേതാവാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈപ്പറ്റി ചിഹ്നത്തിൽ മത്സരിച്ചാലാണ് ഫെനി നൈനാൻ. ഫെനി നൈനാന്റെ പേര് രാഹുലുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന ആദ്യമല്ല. വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ പിന്നീട് പേര് ഉയർന്നു വരുന്നു. പാലക്കാട് പെട്ടിവിവാദത്തിൽ വരുന്നു. പിന്നീട് വരുന്ന ബലാത്സംഗ പീഡന കേസിലും ഫെനിയുടെ പേര് ഒപ്പം ചേർത്ത് വരുന്നു. പക്ഷെ രാഹുലിനെ പുറത്താക്കി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ഫെനിയെ കോൺഗ്രസിന് പുറത്താക്കാൻ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. രാഹുലിനെ മാത്രം പുറത്താക്കിക്കൊണ്ട് ഒരു നാടകം കളിയാണെന്ന ചോദ്യമാണ് വരുന്നത്. ഈ സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷയിലേക്ക് വരുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയം അതുകൂടിയാണ്. രാഹുലിനെതിരെ മാത്രം നടപടി മതി. രാഹുലിനൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസിൽ തുടരുന്ന ചില ആളുകളുണ്ട്. ആ ആളുകൾ അതിജീവിതകളെ അധിക്ഷേപിക്കുന്ന നടപടി തുടരുകയാണ്. എന്നാൽ കോൺഗ്രസ് ഇതുവരെയും അത്തരം ആളുകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. രഞ്ജിത എന്ന് പറയുന്ന യൂത്ത് മഹിളാ കോൺഗ്രസ് നേതാവിനെ കഴിഞ്ഞ ദിവസം സൈബർ സെൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരം നടപടിയിലേക്ക് പോലീസ് പോകുമ്പോഴും ഈ സംരക്ഷണ നടപടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ് മനു.